ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കോഴിക്കോട് മാവൂരിലെ ചർച്ചാ വിഷയം കുറ്റിക്കടവ് പാലമാണ്. നാട് നീളെ വലിയ പാലങ്ങൾ വന്നപ്പോഴും കുറ്റിക്കടവിലെ യാത്രാ ദുരിതത്തിന് മാത്രം യാതൊരു മാറ്റവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുക്കം ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന മാർഗമാണ് ഈ കുറ്റിക്കടവ് പാലം. 2002 നിർമ്മിച്ച പാലം വീതി കൂട്ടി നവീകരിക്കണമെന്നാണ് ആ നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യം. നാടാകെ പുതിയ പാലങ്ങൾ ഉയരുകയാണ്. യാത്രാ സൗകര്യത്തിന് കൂടുതൽ പാതകളും വരുന്നു. എന്നിട്ടും മാറ്റമില്ലാതെ കുറ്റിക്കടവ് പാലം. 2002 മാവൂർ കുറ്റിക്കടവിൽ പാലം യാഥാർത്ഥ്യമായത്. അക്കാലത്ത് ഏറെ ഉണ്ടായിരുന്ന ജീപ്പിന് പോകാൻ കണക്കാക്കിയുള്ള വീതിയിലായിരുന്നു ചെറുപുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചത്. കാലമേറെ പുരോഗമിച്ചതോടെ വാഹന തിരക്കേറി. പാലത്തിന്റെ വീതിയില്ലായ്മയാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കുറ്റിക്കടവിലെ പാലം ചർച്ചയാകാറുണ്ട്. കാലങ്ങളായി നമ്മുടെ നാട്ടുകാർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ അത്യാവശ്യമായ ഒരു പാലമാണ്. ഈ പാലത്തിന് കാലങ്ങളായി നമ്മളോട് വലിയ ഒരു അവഗണന കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും പാലം വരുമെന്ന് അധികൃതർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അറിയാം, ഒരു ചെറിയ സമയം മാത്രം മതി ഇവിടെ വാഹനങ്ങളുടെ കുരുക്ക് എല്ലാ സമയത്തും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഗൂഗിൾ മാപ്പിലും ഈ പാലം തന്നെയാണ് കോഴിക്കോട് നിന്നും കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലേക്കുള്ള എളുപ്പമാർഗമായി കാണിക്കുന്നത്. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും വലിയ വാഹനങ്ങളിൽ ഗൂഗിൾ മാപ്പ് നോക്കി എത്തുന്നവർ ഏറെ. മുക്കം ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്കുള്ള എളുപ്പവഴി ഇതിലൂടെയാണ്. ഇത് തന്നെയാണ് ഗൂഗിൾ മാപ്പിലൂടെ കാണിച്ചു കൊടുക്കുന്ന വഴി. അത് കാരണം ഒരുപാട് വലിയ വാഹനങ്ങളൊക്കെ ഇതിലൂടെ പോകുമ്പോൾ തന്നെ ഇത് ഇടുങ്ങിയ ചെറിയ പാലമായത് കാരണം തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഞാനിവിടെ ഒരു പാലത്തിൻ്റെ അടുത്തുള്ള ഒരു കച്ചവടക്കാരനാണ്. എന്നോട് ചോദിച്ചിട്ടാണ് ആളുകൾക്ക് വണ്ടി തിരിച്ചു പോകാറ്. അത് കാരണം ഒരുപാട് പ്രയാസങ്ങൾ വണ്ടിക്കാരും യാത്രക്കാരും അനുഭവിക്കുന്നുണ്ട് ഈ പാലത്തിൻ്റെ വീതി കുറവ് കാരണം. ചെറുകിട വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എതിർദിശയിൽ മറ്റൊരു വാഹനം എത്തിയാൽ അത് കടന്നു പോകുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. വിവിധ ആശുപത്രികളിലേക്ക് ആംബുലൻസുകളും ഇതുവഴിയാണ് എത്തുന്നത്. കാൽനട യാത്രക്കാർക്കും പ്രയാസകരമാണ് ഈ യാത്ര. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള കുട്ടികൾ ഉൾപ്പെടെ കടന്നു പോകുമ്പോൾ പാലത്തിലൂടെ വാഹനങ്ങൾ കയറി വന്നാൽ മാറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ വാഗ്ദാനങ്ങൾ ഇനിയെങ്കിലും പാലിക്കാൻ തയ്യാറാകണം. ലോകം അതിവേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വേഗത്തിന് ഒപ്പമെത്താൻ ഈ നാട്ടുകാർക്കും അവകാശമുണ്ട്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. 2002 നിർമ്മിച്ച പാലം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1/4 നൂറ്റാണ്ടായി ഇതേ അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. 2 വർഷം കൊണ്ട് കഴിഞ്ഞാൽ 25 വർഷം പൂർത്തിയാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇത്രയും നാളായിട്ട് ഇതിന് വീതി കൂട്ടാൻ കഴിയാതെ പോകുന്നത്? അതിന് എന്താണ് വിലങ്ങുതടി എന്ന കാര്യത്തിലാണ് നാട്ടുകാരുടെ സംശയമുള്ളത്. എന്തായാലും കോഴിക്കോട് നഗരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന പാലത്തെ ആശ്രയിക്കുന്നത് നിരവധി പേരാണ്. അത് ആ നാട്ടിൽ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേരുണ്ട് എന്നതാണ് വസ്തുത. രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഈ പാലത്തിന് ഒരു വാഹനം വന്നാൽ ഒരു മറുവാഹനം അക്കരെ കയറിയിട്ടുണ്ടെങ്കിൽ കടന്നു പോകുന്നവരെ കാത്തിരിക്കണം. അതാണ് സ്കൂളിലേക്കുള്ള കുട്ടികൾ, മദ്രസയിലേക്കുള്ള കുട്ടികൾ ഓടി വന്ന പോലെ വെയിറ്റ് ചെയ്തിട്ട് വേണം വാഹനം കടന്നു പോകാൻ. വളരെ ബുദ്ധിമുട്ടുണ്ട്. അതന്നെ ഇതിൽ പോകുമ്പോൾ പറഞ്ഞാൽ ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ സൈഡില്ല. ഒരു സർക്കസ് കളിച്ച് പോകുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഇതിൽ വണ്ടിയായിട്ട് പോകുമ്പോൾ. ഒരു യാത്രക്കാരാണ് നടന്നിങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ആംബുലൻസ് വരെ അങ്ങോട്ട് പോകാത്ത ഒരു അവസ്ഥയാണ് പാലത്തിനെ അപേക്ഷിച്ച്. ഒരു പാലത്തിനെ അപേക്ഷിച്ചിടത്തോളം ഒരു വലിയ പാലം വന്നാൽ നാട്ടുകാർക്കും ഈ രോഗികളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസിനും എല്ലാത്തിനും സൗകര്യമായിപ്പോഴും. ആളുകൾ ഒന്നെങ്കിൽ പായണം, പോത്ത് പോകുമ്പോൾ ഒരു പായണം. വണ്ടി ബാക്കിൽ ഇങ്ങനെ വന്ന് ഓണടിച്ചുകൊണ്ട് വരും. പിന്നെ അതല്ല, 2 വണ്ടി വരികയാണെങ്കിൽ ആകെ സേഫാവും, നടുക്ക് കുടുങ്ങിപ്പോവും ആളുകൾ. പിന്നാണ് വീതിയില്ലാത്ത ഭയങ്കര പ്രശ്നമാണ്. ഒരു വാഹനം അർജൻറ്റാണ്, അല്ലാതെ ഇതിങ്ങനെ ഈ ചെറിയ പാലത്തും കൂടെ എത്രയോ വെച്ച് പോവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.